കറക്റ്റ് ഒരു വർഷം മുമ്പ് ഈ ഇലക്ട്രിഫിക്കേഷൻ ആവുന്നതിന് മുമ്പ് നമ്മൾ നിലമ്പൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു വർഷത്തിന് ശേഷം നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബറും എൻ്റെ ഫ്രണ്ടുമായ അപർണ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും നിലമ്പൂർ പോവാണ്. അവിടുത്തെ ആ വ്യൂവും കാര്യങ്ങളും ഇപ്പോൾ എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ട്, സ്റ്റേഷൻ അതേപോലെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടൊക്കെ ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും നിലമ്പൂർ പോകാൻ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതേപോലെ തന്നെ ഇലക്ട്രിഫിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ് നമ്മൾ പോയ ആ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാമേ. നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത് കോട്ടയത്തു നിന്നും നിലമ്പൂർ വരെ പോകുന്ന കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്സിലാണ്. ഇപ്പോൾ ഞാൻ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. 6:40 ആണ് നമ്മുടെ നിലമ്പൂർ എക്സ്പ്രസ് എറണാകുളം ടൗണിൽ വരേണ്ട ടൈം. നമ്മൾ ആസ് യൂഷ്വൽ നേരത്തെ വന്നിരിക്കുകയാണ്. ഇപ്പം 6 മണിയായിട്ടേ ഉള്ളൂ ഗൈസ്. അത്യാവശ്യം നല്ല കിട്ടിയിലും തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. നല്ല തണുപ്പുണ്ട്, നല്ല കിടിലൻ ക്ലൈമറ്റ്. എനിക്ക് ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ നിലമ്പൂർ എക്സ്പ്രസ് ആണെങ്കിൽ പോലും ഏകദേശം എല്ലായിടത്തും സ്റ്റോപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ എല്ലാ കമ്പാർട്ട്മെൻറ്റും ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ നിലമ്പൂർ എക്സ്പ്രസ് ഇപ്പോൾ ഏകദേശം 29 മിനിറ്റ് ലേറ്റാണ്. ഇപ്പം വൈക്കം ആയിട്ടേ ഉള്ളൂ. 6:40 ആകുമ്പോൾ ഇവിടെ എത്തേണ്ട ട്രെയിനാണ്, പക്ഷേ 29 മിനിറ്റ് ലേറ്റായിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നിലമ്പൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 എറണാകുളം ടൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരക്കുണ്ട് സ്റ്റേഷനിൽ തന്നെ, നല്ല തിരക്കുണ്ട്. സ്റ്റേഷനിൽ തന്നെ നല്ല തിരക്കുണ്ട്. മണിപാളി ഓടടാ ഓട്ടം. Oh my god. Okay. അങ്ങനെ അരമണിക്കൂറത്തെ ഡിലേക്ക് ശേഷം നമ്മുടെ നിലമ്പൂർ എക്സ്പ്രസ് എറണാകുളം ടൗൺ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്കാണ് ഓടിയാണ് കയറിയത്. 5 മിനിറ്റ് സ്റ്റോപ്പാണ് വരുന്നത്. ഇപ്പോഴും നമ്മുടെ ട്രെയിൻ ഓണടിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് എടുക്കും. ഇതിന് ഏകദേശം എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. എടപ്പള്ളി, കളമശ്ശേരി, ആലുവ എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. എക്സ്പ്രസ് പേരുള്ള പാസഞ്ചർ ട്രെയിൻ. നമ്മൾ ആക്ച്വലി ഒരു വർഷം മുമ്പ് വന്നപ്പം എറണാകുളത്തു നിന്ന് ഷൊർണൂർ പോയിട്ട് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ പാസഞ്ചറിനായിരുന്നു പോയത്. അന്ന് ഈ വണ്ടി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പോയത്. എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല. അന്ന് ഈ വണ്ടി ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. രാജറാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഷൊർണൂരിൽ നിന്നായിരുന്നു പോയത്. ഇന്നിപ്പോൾ ഡയറക്റ്റ് നമുക്ക് കോട്ടയത്തു നിന്ന് നിലമ്പൂർ ട്രെയിൻ ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് പോകുന്നത്. നല്ല തണുപ്പുണ്ട്. അമൃത ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഇവിടെ പിടിച്ചിട്ടൊന്ന് പോകുന്നു. ഇതിനടുത്താണ് എടപ്പള്ളി വരുന്നത്, എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. സ്ലോ ആക്കിയിട്ടേ ഉള്ളൂ. നമ്മൾ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെത്തി. സ്റ്റേഷൻ അപ്പുറത്താണ്, അല്ലല്ല അപ്പുറത്ത്. അങ്ങനെ നമ്മൾ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. അത്യാവശ്യം നല്ല ആളുണ്ട്. ഇതൊരു ഡെയിലി റണ്ണിങ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഓഫീസ് ഗോവേഴ്സിനും ഇപ്പം എറണാകുളത്തു നിന്നാണെങ്കിലും കോട്ടയത്തു നിന്നാണെങ്കിലും ഒക്കെ, ഇപ്പം ഷൊർണൂർ, കോട്ടയത്തു നിന്നാണെങ്കിൽ എറണാകുളം, ഇപ്പം എറണാകുളത്തു നിന്നാണെങ്കിൽ തൃശ്ശൂർ, ഷൊർണൂരൊക്കെ പോകാൻ വേണ്ടി ഉള്ളവർക്ക് പറ്റിയ ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ. ഇവിടെ ജസ്റ്റ് എടപ്പള്ളിയിൽ ജസ്റ്റ് 1 മിനിറ്റ് ഹോൾട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം പെട്ടെന്ന് തന്നെ ട്രെയിൻ എടുത്തേക്കാണ്. നമ്മളിതേ കളമശ്ശേരി റെയിൽവേ സ്റ്റേഷൻ എടുക്കാറായേ. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഏകദേശം എല്ലായിടത്തും സ്റ്റോപ്പ്. ഈ ചേട്ടൻ ചെയ്യുന്നോട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ട്രെയിൻ നിന്നിട്ട് ഇറങ്ങാൻ നോക്കുക. ട്രെയിൻ നിൽക്കുന്നവരൊന്ന് നമ്മൾ സമാധാനപ്പെട്ട ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. മാക്സിമം ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അത് അപകടം പറ്റുന്നവർക്ക് മാത്രമല്ല, കാണുന്നവർക്കും അതൊരു ട്രോമയും ബുദ്ധിമുട്ടും ഒക്കെയാണ്. അതുകൂടെ ആലോചിക്കുക. കളമശ്ശേരിയിൽ നിന്ന് ട്രെയിൻ എടുത്തു. തണുപ്പ്, രക്ഷയില്ലാതെ തണുപ്പ്.
കൊതിച്ചിരിക്കുകയാണ്. ഇതിട്ടില്ലായിരുന്നെങ്കിലോ. ലോ ലോ എന്റെ കൊച്ചനെ കൊണ്ടുതന്നെ എന്റെ ഫ്രണ്ട് എന്റെ സെലിൻ മോള് മാൾട്ടേന്ന് കൊണ്ടുവന്ന സ്വെറ്ററാണ്. അവള് വന്നപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന എല്ലടി, അപ്പൊ ഇങ്ങനെ പറ്റിയ സാധനം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക്സ് കൂട്ടാ. ഇതാണ് നമ്മുടെ ട്രെയിനിന്റെ റൂട്ട്സ് വരുന്നത്. ആലുവ, അങ്കമാലി, കരിക്കുറ്റി, ചാലക്കുടി, ഞാലിക്കുട, അങ്ങനെ ഇഷ്ടം സ്റ്റോപ്പ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ 7 ആയപ്പം ആലുവയിലെത്തി. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് അങ്കമാലി കാലടിയാണ്. അതിനിടയിലൊരു ചൊവ്വര സ്റ്റേഷനുണ്ട്, അവിടെ സ്റ്റോപ്പില്ല. ഭാഗ്യം. നമ്മളിത് ആലുവ പുഴ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ കാണുന്നത് ആലുവ അമ്പലമാണ്. അത്യാവശ്യം നല്ല ആളുണ്ടല്ലോ. അങ്ങനെ നമ്മൾ അങ്കമാലി കാലടി എത്തിയേക്കാണേ. അങ്കമാലി കാലടി തന്നെയല്ലേ? അതെ അതെ. ട്രെയിൻ എടുക്കുന്നപ്പോൾ നല്ല സ്പീഡിലാണ് പോകുന്നത്. പക്ഷെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. എക്സ്പ്രസ് പേരേ ഉള്ളൂ, പാസഞ്ചർ പോലെ എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. ഇവിടെയും അത്യാവശ്യം നല്ലപോലെ ആൾക്കാരുണ്ട്. നടക്കുന്നുണ്ടാണ്, ഒന്നന്തരം നടക്കും. ചാലക്കുടിക്ക് ശേഷം സ്റ്റോപ്പുള്ളത് ഇരിഞ്ഞാലിക്കുട, പുതുക്കാട്, തൃശ്ശൂര് പൊൻകുന്നം, അങ്ങനെ 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 സ്റ്റോപ്പ് കിടപ്പുണ്ട്. നോക്ക് എന്ത് രസമുണ്ടെന്ന് നോക്കി. ചെറിയ മഞ്ഞും വെയിലും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഈ പാടങ്ങൾ കാണാനായിട്ട്. അങ്കമാലി ചാലക്കുടി കഴിഞ്ഞ ഉടനെ ഉള്ളൊരു സീനാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്കും ഷോറൂമിന് ശേഷമുള്ള കാഴ്ചകളായിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിലമ്പൂരിൻ്റെ യഥാർത്ഥ ആ ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ട്രെയിൻ പാതയുടെ ആ ബ്യൂട്ടി അതിപ്പോഴും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ പോകുന്നത്. ഇലക്ട്രിഫൈഡ് ആക്കിയല്ലോ, അപ്പം മരങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞ് ഇപ്പം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണെങ്കിലും പുതുക്കി പണിയൊക്കെ ചെയ്തു. അപ്പം എത്രത്തോളം അതിൻ്റെ ബ്യൂട്ടി ഇപ്പോൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. നമ്മളിതേ ഇപ്പോൾ തൃശ്ശൂരെത്തി. 8:41. നമ്മളത് 11:30 ആകുമ്പോഴത്തേക്ക് നിലമ്പൂർ എത്തുള്ളൂ. എനിക്കാണ് ഭയങ്കരമായിട്ട് ഉറക്കവും തണുക്കും ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ സമയം 9:34. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മയങ്ങിയായിരുന്നു. ഇപ്പോഴും നല്ല തണുപ്പുണ്ട്. ഇപ്പൊ ഷൊർണൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന റൂട്ടാണ് കാണേണ്ടത്. അടിപൊളിയായിരുന്നു. ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. നമുക്ക് ഷൊർണൂർ ഒരു 5 മിനിറ്റ് സ്റ്റോപ്പാണ് വരുന്നത്. കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മൾ പോവുള്ളൂ. 10:10 ആകുമ്പോഴേ നമ്മുടെ ഷൊർണൂരിൽ നിന്ന് വണ്ടി വിടുകയുള്ളൂ. നമ്മുടെ അപ്പുറത്ത് വന്ദേ ഭാരത് വന്ന് കിടപ്പുണ്ട്. ഇത് കാസർഗോഡ് വന്ദേ ഭാരതാണ്. ട്രിവാൻഡ്രം കാസർഗോഡ് വന്ദേ ഭാരതാണ് ഞാൻ കിടക്കുന്നത്. ട്രെയിൻ എടുക്കാൻ സമയമായി. 10:10 ഇനിയിപ്പം നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് എടുത്തു. ഞാൻ വിചാരിച്ചു അത് വിട്ടിട്ട് എടുക്കുള്ളൂ, കുറച്ച് എടുത്തു. അങ്ങനെ നമ്മളിനി നിലമ്പൂർക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ തണുപ്പൊക്കെ കുറഞ്ഞ് വെയിൽ സൂര്യേട്ടൻ ഇങ്ങനെ അതേ ഉദിച്ച് ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. മിക്കവാറും ഇത് ഊരേണ്ട സമയമാകുന്നു എന്നെനിക്ക് തോന്നുന്നു. മേക്ക് ഇൻ ഇന്ത്യ. നമ്മുടെ തൊട്ട് പുറകിന് വന്ദേ ഭാരത് വരുന്നുണ്ട്. അതെ, വന്ദേ ഭാരത് ആ റൂട്ടിൽ പോകുന്നതാണ്.
കഴിഞ്ഞ പ്രാവശ്യം ഇതുവഴി വന്നപ്പം ഡീസൽ എഞ്ചിനിലായിരുന്നു ട്രാവൽ ചെയ്തത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുവഴി ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിൽ ഇലക്ട്രിഫിക്കേഷന് ശേഷം ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റോപ്പ് വരുന്നത് തൊണ്ണൂറിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ കുളുക്കല്ലൂർ, അങ്ങാടിപ്പുറം, പട്ടിക്കാട്, മേലത്തൂർ, വാണിയമ്പലം, പിന്നെ നിലമ്പൂർ റോഡ്. ഇത്രയാണ് ഒന്നിന് സ്റ്റേഷൻസ് വരുന്നത്. ഒരു 11:30 ആകുമ്പോഴത്തേക്കും നമ്മൾ നിലമ്പൂരെത്തും. ഇവിടെയാണ് സ്റ്റേഷൻ വരുന്നത്. ഇവിടത്തെ പണി നടക്കുകയാണ് സ്റ്റേഷനിൽ. എന്താ ഇവിടെ പണി നടക്കുകയാണ്. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എത്താറായി. കുറച്ചു നേരം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം പുതുക്കി പണിഞ്ഞപ്പോൾ നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ആയിട്ടുണ്ട് കേട്ടോ, അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ഫുൾ പണി കഴിഞ്ഞിട്ടില്ല, ഇവിടെ പണി നടക്കുന്നതേ ഉള്ളൂ. ഫാനും ചെയറും ഒക്കെ ഉണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്, വളരെയധികം നന്നായിട്ടുണ്ട്. നമ്മളിപ്പോൾ പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്റ്റേഷനിലായിരുന്നു. അത്യാവശ്യം നല്ല കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. അവിടെ അപ്പുറത്ത് നോക്കി മലയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, ഈ ഭാഗത്തൊക്കെ മരങ്ങളുണ്ടായിരുന്നു, എല്ലാം വെട്ടിക്കളഞ്ഞതാണ്. ഇവിടുത്തെ വീടുകളൊക്കെ കാണാനുണ്ടല്ലോ, ഭയങ്കര രസമുണ്ട്. പഴയ വീടുകൾ ഇപ്പോഴും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അടുത്ത സ്റ്റേഷൻ മേലത്തൂരാണ്. ആക്ച്വലി അപ്പം മേലത്തൂർ ഇറങ്ങാനായിട്ടാണ് പറഞ്ഞത്, പക്ഷെ നമ്മൾ നിലമ്പൂർ വരെ പോകുന്നുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് പണി നടക്കുകയാണ്. കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു സ്റ്റേഷനായിരുന്നു. ഇപ്പം ആ ഭംഗി മൊത്തം പോയി. വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സ്റ്റേഷനായിരുന്നു. ആ ഒരു ഭംഗിയില്ല മേലത്തൂരിന്. അങ്ങനെ ഇപ്പോൾ മേലത്തൂരിന്ന് ട്രെയിൻ എടുത്തു. ഇപ്പം ഇങ്ങനെയാണ് സ്റ്റേഷന്റെ കോലം. എല്ലാം നിറച്ച് മരങ്ങളായിരുന്നു കേട്ടോ, എല്ലാം വെട്ടിയിട്ടാണ്. കുറച്ചുകൂടെ അധികം ഭംഗിയുള്ള സ്റ്റേഷൻസ് ആയിരുന്നു ഇവിടെ ഉള്ളതല്ലേ. മരങ്ങളൊക്കെ മുറിച്ചപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഭംഗി കുറഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ ട്രെയിൻ വാണിയമ്പലത്തിൽ നിന്ന് എടുത്തേക്കാണ്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേഷൻ വരുന്നത് നിലമ്പൂർ റോഡാണ്. അടുത്തതും ലാസ്റ്റ് സ്റ്റേഷനായിട്ടുള്ള സ്റ്റേഷനാണ് നിലമ്പൂർ റോഡ്.
നമ്മളങ്ങനെ അവസാനം നിലമ്പൂർ എത്തിയേക്കാണ്, നിലമ്പൂർ റോഡ് എത്തിയേക്കാണ്. സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് ആക്ച്വലി വണ്ടി വന്നേക്കുന്നത്. ഫസ്റ്റില് വേറൊരു ട്രെയിൻ കിടപ്പുണ്ട്, നമുക്കത് ഏത് ട്രെയിനാണെന്നൊന്ന് നോക്കാം. പണി നടക്കുന്നുണ്ടോ? തിരുവനന്തപുരം നാഗർകോവിൽ ഷൊർണൂർ പാസഞ്ചർ റെയിൽവേ സ്റ്റേഷൻ. ആദ്യ റെയിൽവേ ഭയങ്കരമായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റ് വന്നപ്പോൾ 1 വർഷം മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിലമ്പൂർ വന്നപ്പോഴത്തേക്കും തേക്ക് മ്യൂസിയത്തിനൊക്കെ വീട് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാമേ. അങ്ങനെ അവസാനം നമ്മൾ നിലമ്പൂരെത്തി. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഇയറിലെ വീഡിയോ നോക്കുവാണെങ്കിൽ ഈ മേളത്തെ ഇത്രയൊന്നും അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊന്നും പണിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് ഫുള്ള് പണിഞ്ഞ് തീർത്തു. എന്നിട്ടും കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേഷൻ ഒന്ന് കാണാം. സ്റ്റേഷൻ ആക്ച്വലി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പണിന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമുണ്ട്. AC വെയിറ്റിംഗ് ഹാളുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നേരത്തെ വരുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല സ്റ്റേഷൻ. അത് നമ്മുടെ പഴയ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പം ഭയങ്കരമായിട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട്. ആക്ച്വലി സ്റ്റേഷൻ അടിപൊളിയായിട്ട് ഭംഗിയായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പണ്ടത്തെ ആ ഒരു എന്താ പറയുക, ആ ഒരു നിലമ്പൂറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വഴിയുടെ ഭംഗി ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. സ്റ്റേഷൻ അടിപൊളിയായി, പക്ഷേ ബാക്കിയുള്ള ഭംഗികളെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എറണാകുളം ടു നിലമ്പൂർ വരാനായിട്ട് ഒരാൾക്ക് ഈ വണ്ടിക്ക് ചാർജ് വന്നത് 75 രൂപയാണ് വന്നത്. നമ്മളത്തെ ഈ വെയിറ്റിംഗ് ഹാളിലാണ് വെയിറ്റ് ചെയ്തത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വെയിറ്റിംഗ് ഹാളും വാഷ്റൂമും എല്ലാം. ആൾക്കാർ അധികം വരാത്തതുകൊണ്ടാവാം, നല്ല കിടിലം വാഷ്റൂമും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പ്ലേസും നല്ല സുഖമായിട്ട് നമുക്കിരിക്കാൻ പറ്റിയൊരു പ്ലേസ് ആയിരുന്നു. AC ഒക്കെ നല്ല കണ്ടീഷനായിട്ടുള്ള AC ആയിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വെയിറ്റിംഗ് ഹാളും ഉണ്ട്. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ വികസിച്ചു. കോട്ടയത്ത് നിന്ന് നിലമ്പൂരിലേക്ക് 5:15 എടുക്കുന്ന വണ്ടി 11:30 ആകുമ്പോഴത്തേക്കും നിലമ്പൂരിലെത്തുകയും അതേപോലെ തന്നെ 3:15 നിലമ്പൂരിൽ നിന്ന് എടുക്കുന്ന ഈ ട്രെയിൻ 9:50 ആകുമ്പോഴത്തേനും കോട്ടയത്ത് എത്തുകയും ചെയ്യും. പക്ഷെ ഇപ്പോൾ ഇത് കുറുപ്പന്തറ വരെ പോകുന്നുള്ളൂ. കുറുപ്പന്തറ ടു കോട്ടയത്തേക്ക് എന്തോ ഒരു പാർഷ്യലി ഇത് ഡിസ്കണക്റ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് കുറുപ്പന്തറ വരെ പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ സ്റ്റേഷനിൽ വന്ന് കിടപ്പുണ്ട്. സെയിം എഞ്ചിൻ തന്നെ മാറ്റിയിട്ടേക്കാണ്. WAP4225596 ആണ്. സെയിം റാക്ക് തന്നെയാണ് തിരിച്ചും പോകുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നിലമ്പൂരിലേക്കുള്ള ഈ ഒരു യാത്ര. അപ്പോൾ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ പോലും നല്ലൊരു വീഡിയോ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.